എടാ മക്കളെ, നമ്മുടെ സുമേഷിനെ അറിയോ? സുമേഷ് ഇവിടെ 5 കൂട്ടമുണ്ട്. അച്ഛൻ ശേഖരൻ പിള്ളയുടെ മോൻ അതൊരു 3 കൂട്ടമുണ്ട്. സുമേഷിന്റെ അമ്മയുടെ പേര് ലത, അതൊരു 2 കൂട്ടമുണ്ട്. അവന് ഗൾഫിലൊക്കെ ആയിരുന്നു ജോലി. ഓ, നമ്മുടെ സുമേഷ് TK. എനിക്കറിയത്തില്ല. മക്കളെ, ഈ അനീഷ് എന്ന് പറഞ്ഞ പയ്യനറിയോ? അറിയാം. എന്താ? ഒരു കല്യാണക്കാരി ഉണ്ടായിരുന്നു. ചെറുക്കൻ എങ്ങനെയുണ്ടെന്ന് അറിയാം. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അവൻ ഇപ്പൊ വരും. അവന്റെ തനി നിറം ഇവിടെ ഇന്നാ കാണാം. അളിയ വന്നല്ലോ. അമ്പലം വരെ ഒന്ന് പോയടാ. എടാ, ഇന്നലെ രാത്രി നമ്മള് ബോധം കിടന്ന് വരെ അടിച്ചിട്ടേ ഈ രാവിലെ നീ എങ്ങനെ അമ്പലത്തിൽ പോയടാ? ഇല്ലടാ, വെള്ളവടിയൊക്കെ നിർത്തി. ശരിയാവത്തില്ല. നമ്മുടെ ചെല്ലപ്പന്റെ അവിടെ കിടിക്കാച്ചി വാറ്റിരിപ്പുണ്ട്. രാവിലെ തന്നെ പോയി 2 അടിച്ചാലോ? താല്പര്യമില്ല, വേണ്ട. എടാ, നമ്മുടെ അഖിലേ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് സാധനം കൊണ്ടുപോകും. ഞാനൊന്ന് ട്രൈ ചെയ്ത് കിഡിലെ സാധനം വരുത്. എങ്ങനാ, എടുത്താലോ? വേണ്ട, താല്പര്യമില്ല. എടാ, നീ കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചിട്ട് നിന്റെ കൂടെ ഒക്കെ ആയിരുന്നു പറഞ്ഞു. എന്താ അവള്? നമുക്ക് കൂടെ ഒക്കെ ഒന്ന് മുട്ടിച്ചാടേ. ഇടാ, അതെന്റെ ഫ്രണ്ടാ, നിനക്കല്ലയോ കുറെ കമ്പനീസ് ഒക്കെ ഉള്ളത്. ഓ, നമ്മുടെ കയ്യിലും കുറച്ചൊക്കെ ഉണ്ടേ. ഇയാൾക്ക് വേണമെങ്കിലേ ഞാനും അങ്ങോട്ട് വരാം. നിന്റെ ഉള്ള ഇങ്ങോട്ടും കൂടെ താടാ. എന്തുവാടാ, നല്ലതുപോലൊക്കെ ചിന്തിക്കടാ. ഇതുവരെയൊക്കെയുള്ള കളാ. ചുമ്മാതാ. ഈ ഏരിയയിലെ മെയിൻ നമ്പർ 1 പിഴയവൻ. സെക്കൻഡ് ഞാനും. കാണിച്ചു തരാം സാറേ. ആ സുമേഷിന്റെ കല്യാണക്കാരില്ലയോ, അത് നമുക്ക് വേണ്ട. സുമേഷ് ഒരു പരമ ചെറ്റയാണ് സാറേ. നമ്മുടെ കൊച്ചു അവനെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ 7 വെള്ളത്തിൽ കുളിച്ചാലും മാറത്തില്ല. അതുപോലൊരു വൃത്തിയായിട്ടൊരു പയ്യൻ. അല്ല, അനീഷിനല്ലയോ കല്യാണാലോചന വന്നത്? എനിക്കല്ലല്ലോ. പോലെ ഈ സുമേഷ് TK അറിയോ? സുമേഷ് TK അറിയാമോന്നോ? ചേട്ടൻ എന്തും അറിയണ്ടോ? ചെക്കനൊരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് അറിയാം. അവനിപ്പോ കവലയൊക്കെയാണ്. ചേട്ടൻ അവിടെ ചെന്നിട്ട് ഈ കല്യാണാലോചന അനീഷിനാന്ന് പറയണം. അപ്പോഴേ ഞാൻ വരാം. അപ്പൊ ചേട്ടൻ എല്ലാം മനസ്സിലാവും. ഇപ്പൊ അങ്ങനെ മനസ്സിലാവും? ചേട്ടൻ ചെല്ലേ, ബാക്കിയെല്ലാം ശരിയാവും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ ചേട്ടൻ വിചാരിക്കും ഞാൻ കല്യാണം മുടക്കിയാന്ന്. ചേട്ടൻ ചെല്ലി. ഞാനൊന്ന് ട്രൈ ചെയ്ത് കിഡിലെ സാധനം വരുത്. എങ്ങനാ, എടുത്താലും? എടാ, ഇന്നലെ രാത്രി നമ്മള് ബോധം കിടന്ന് വരെ അടിച്ചിട്ടേ. ഓ, നമ്മുടെ കയ്യിലും കുറച്ചൊക്കെ ഉണ്ടേ. ഇന്നാതാ ഈ ഏരിയയിലെ മെയിൻ നമ്പർ 1 പിഴയവൻ. സെക്കൻഡ് ഞാനും. എന്റെ കല്യാണം പോയി. താങ്ക് യു. അല്ല ചേട്ടാ, ഇപ്പം വന്ന പയ്യൻ എന്തിനാ അടിച്ചിട്ട് പോയേ? അത് നമ്മുടെ നെല്ലിപ്പുഴത്തെ ശശിയുടെ മോനാ. അവന് ഞാൻ ഒരു സഹായം ചെയ്തു കൊടുത്തു. അല്ല, ഈ സഹായം ചെയ്ത് കഴിഞ്ഞാൽ അടിക്കുവോ? പിന്നെ അവനെ ഞാൻ ഡിവോഴ്സ് ചെയ്യുന്ന രക്ഷിച്ചത് അറിയാം. അവൻ എന്തിനാ തല്ലിയത്? എന്റെ പൊന്നു മോനെ, അവനൊരു കല്യാണാലോചന വന്നു. അത് ഞാൻ മുടക്കി. അങ്ങനെ ഞാൻ അവനെ ഡൈവോഴ്സ് നിന്ന് രക്ഷപ്പെടുത്തിയില്ലയോ? എന്റെ മോനെ, ഞാൻ എങ്ങനെ ഇങ്ങനെ ആയെന്നറിയാമോ? പണ്ട് എന്റെ അച്ഛൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ആ നാട്ടിലൊരു ചായക്കടക്കാരൻ ഒരു കല്യാണമല്ല, വരുന്ന കല്യാണം എല്ലാം മുടക്കി. അവസാനം എന്റെ പൊന്നച്ഛൻ ബാച്ചലറായിട്ടാണ് മരിക്കേണ്ടി വന്ന്, അറിയാമോ? അല്ല, ഒരു ഡൗട്ടേ, അപ്പൊ ചേട്ടൻ എങ്ങനെ ഉണ്ടായി? ബാച്ചലർ ആണേലും പുള്ളിക്കാരനും ഇല്ലേ ആഗ്രഹങ്ങളൊക്കെ, കൊതുകിനുമില്ലേ ക്രിമികടി. ആ ക്രിമികടിയിൽ ഉണ്ടായതല്ലയോ? അതെ, അന്ന് ഓമയ്ക്ക് ഇച്ചിരി കുറവായിരുന്നു. കൂടുതലാവണ്ടായിരുന്നു. അന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്തതാ, എന്റെ അച്ഛനെ എല്ലാരും കൂടെ ബാച്ചലറാക്കി. ഈ നാട്ടിൽ ഒരുത്തനും കല്യാണം കഴിക്കണ്ട, എല്ലാവരും ബാച്ചലറായിട്ടിരിക്കട്ടെ. അല്ല ചേട്ടാ, ഈ ഇവിടെ ഒരു ഗൾഫുകാരൻ ഉത്തമനുണ്ട്. എന്റെ പൊന്നു മോനെ, ഇതുപോലെ വിടക്ക് പിടിച്ചൊരു വിരടം കെട്ട ചെറുക്കൻ. ഓ, എന്റെ പൊന്നു മോനെ, അവനെ പറ്റി പറയാൻ കൊള്ളത്തില്ല. അപ്പൊ നല്ലൊരു പയ്യനെ, ഏതെങ്കിലും നല്ല കൊച്ചിനെ സെറ്റ് ആക്കി കൊടുക്കണം. ഉത്തമൻ ചേട്ടോ, ചേട്ടൻ്റെ ഒരു ഉത്തമയായിട്ടൊരു പെങ്കൊച്ചിനെ കൊണ്ടാ ഞാൻ വന്നേക്കുന്നേ. ഇങ്ങോട്ടൊന്ന് വന്നേ. 1CR ആണെങ്കിൽ നോക്കാം. ഞാൻ ഒരു 5CR മറ്റേ നമ്മുടെ മ്യൂച്വലിൻ്റെ അകത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. മിനിമം ഒരു 10 ലക്ഷത്തിന് നമ്മുടെ ഒരു 2CR ഒരിടത്ത് ബ്ലോക്കാം. പുള്ളിക്കാരൻ ആ പാർട്ടി തരാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആവും. ആരാ? ഞാനേ ബ്രോക്കർ. നമ്മള് ഗൾഫുകാരൊക്കെ നാട്ടിൽ വരുമ്പോഴേ കുറെ അലവലാദികളൊക്കെ വരും, 5-10 മേടിക്കാനൊന്നും പറഞ്ഞു. അതാന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. അത് ബാത്റൂമിന്റെ അകത്ത് നിന്ന് ഒരു മണം വരുന്നത്, ഞാൻ കൊണ്ടുവന്ന ആ ലോഷൻ എടുത്ത് യൂസ് ചെയ്യും. അതാകുമ്പോ അടുത്ത ഷിഫ്റ്റ് വരെ ഒരു കുഴപ്പമില്ല, നല്ല മണമായിരിക്കും. അല്ല, ഷിഫ്റ്റ് കമ്പ്യൂട്ടർ പോയി വരുന്ന കൊച്ചിന് ശ്രീധനൊന്നും നമുക്ക് വേണമെന്നില്ല. പിന്നെ ഒരു 150 പോനെങ്കിലും ദേഹത്ത് കാണണം, അതേ ഉള്ളൂ. അത് വലിയ ആർഭാടമൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഇപ്പം അല്ല, പ്രായം എത്ര ആയിരുന്നു? നമ്മുടെ ഏജ് ഇപ്പം 45 ആണെങ്കിലും നമ്മളിപ്പോ നോക്കുന്നത് 20 വയസ്സുള്ള ആൾക്കാരെയൊക്കെ. കട്ടാക്കാതെ ഫോൺ എടുക്കുന്നേ, വല്ല എമർജൻസി വല്ലതും ആയിരിക്കും. ഓ, ഗൾഫിൽ നിന്ന് മോനാ. എന്തെങ്കിലും നല്ലൊരു പണി സെറ്റാക്കി തരാൻ പറ്റുമോ? താൻ ആദ്യം ആ ഫോൺ എടുക്ക്, ജോലിയൊക്കെ ആ സെറ്റാക്കി കൊടുക്കാന്ന്. മോനെ, മോനെ, ഞാൻ നാണ്ടെ ഒരു സാറിന്റെ അടുത്താണ് വന്നിരിക്കുന്നത്.
ഞാൻ ആ സാറിനെ കാണിച്ചു കൊടുക്കാവേ. സാറേ എന്റെ മോനാണ് ഇതാണ് മോനെ. നീ പോയതിന് ശേഷം കണ്ടോ നിന്റെ ഷിഫ്റ്റ് ഞാനാ ചെയ്യുന്നത്. അയ്യാ ഇപ്പൊ ഉള്ളവന്മാര് ബാത്റൂമിൽ കയറിയ വെള്ളം പോലും ഒഴിക്കത്തില്ല, അത് ഞാനാ ചെയ്യുന്നത്. നീ എപ്പോഴാ തിരിച്ചു വരുന്നത്? ബാത്റൂം കളിയിലാണ് ഇപ്പം പണി ഇല്ലയോ? നീ എനിക്ക് ജോലി തെറ്റി തരാനോ? തെണ്ടി കിടന്ന് നിനക്ക് ഞാനല്ലോടാ കക്കൂസ് എടുത്ത പണി മേടിച്ചെന്ന്. എടാ കഴുത്ത മാലയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എവിടുന്നാ? കട്ടോ? കട്ടല്ലടാ, നാട്ടിൽ ഒരു സെറ്റപ്പ് ഉണ്ട്, അവിടെ നിന്ന് വാടകയ്ക്ക് എടുത്ത സെറ്റപ്പാ. ഡി പെണ്ണെ, നീ ഭർത്താവുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. എനിക്കറിയാം നിന്റെ കയ്യിലാ തെറ്റ്. നീ നിന്റെ ഭർത്താവിനോട് കള്ളം പറഞ്ഞില്ലോടി നീ പ്രഗ്നന്റ് ആണെന്ന്? അയ്യോ എനിക്ക് വയ്യ, ഞാൻ എറണാകുളത്തോന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു നീ ഇപ്പൊ എവിടായെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വയറ്റിലായെന്ന്. അങ്ങനെ വയറ്റിലായെന്നില്ലേ കേട്ടോ, ഞാൻ എന്ത് ചെയ്യാനാ? നീ നിന്റെ അമ്മായിയമ്മേ എച്ചിന്ന് വല്ലതും വിളിച്ചു? എനിക്ക് വയ്യ. കൊച്ചിന്ന് പറഞ്ഞ എച്ചിന്ന് കേൾക്കുന്ന ഈ മരപ്പാട് തള്ള ഞാൻ എന്തോ പറഞ്ഞ് മനസ്സിലാക്കാനാ? അവന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് കല്യാണത്തിന് മുന്നേ നീ ഇൻസ്റ്റാഗ്രാമിൽ വീട്ടിൽ ജോലി എന്ന് എഴുതിയിട്ടായിരുന്നോ? എന്നിട്ടിപ്പം ഈ കല്യാണം കഴിഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകുന്ന അവർക്ക് പ്രശ്നം. ഓ കല്യാണത്തിന് മുമ്പ് എനിക്ക് വർക്കറ്റ് ഹോം അല്ലായിരുന്നു, അച്ഛനും അറിയത്തില്ലയോ? ആ പൊട്ടം വിചാരിച്ചു വെച്ചേക്കുന്ന വർക്കറ്റ് ഹോം എന്ന് വെച്ചാൽ വീട്ടു ജോലി ചെയ്താന്നാ. കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോ തൊട്ട് കേൾക്കുക അടുത്ത മാസം നിനക്ക് പോണം എന്ന് പറയുന്നത്. അയ്യോ അടുത്ത മാസം പോണോന്നല്ല, അടുത്ത മാസം ഓണോന്നാ പറഞ്ഞേ. എന്റെ വീട്ടുകാർക്കും ചെവി കേൾക്കത്തില്ലയോ? ഇച്ചിരി തീട്ട വരുന്ന മക്കളെ പ്ലീസ് ചെയ്തായിരുന്നു അച്ഛൻ. രാമകൃഷ്ണ എന്താ തിരക്കിയത്? ഓ ഒന്നും പറയണ്ടോ, ഈ കൊച്ചിന്റെ ഡിവോഴ്സ് ഒക്കെ ആയിരിക്കുക. വേറെ ഒരു നല്ല ചെറുക്കനെ നോക്കണം ഇനി. എന്റെ ഒരു മോനുണ്ട്, എന്തായാലും അവനെ കൊണ്ട് നമുക്കിതൊന്ന് ആലോചിക്കാം. പുറത്തൊന്നും പോയി ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല. എന്റെ കുടുംബത്തിലോട്ട് വരാറില്ല. നല്ല പയ്യനാണോടാ? ചേട്ടൻ എന്നെ എങ്ങനെ വിശ്വസിക്കുന്നേ അതുപോലെ വിശ്വസിക്കും. ബെസ്റ്റ്. അപ്പൊ ആ വക്കീലിനെ കളയണ്ട. അച്ഛാ അവൾ ഒളിച്ചോടി പോയി. കഷ്ടപ്പെട്ട് രണ്ടാമത് ഞാൻ ഒരു കല്യാണം ഉറപ്പിച്ചു വെച്ചതാ, പെഴിച്ചോള് പോയോടാ. ചേട്ടാ നിങ്ങളുടെ മോള് ഒളിച്ചോടിപ്പോയ കാര്യം ഞാൻ അറിഞ്ഞു. എനിക്ക് കമ്മീഷൻ കിട്ടണം, എനിക്ക് കമ്മീഷൻ കിട്ടിയേ പറ്റും. പെങ്കൊച്ചിന് ഒരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ച് എന്റെ സ്വന്തം മോനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയതാ. എന്നിട്ട് അവള് കാണിച്ചെന്തുവാ? പോയപ്പോ അവള് സ്വർണം കൊണ്ടാ പോയതാ, അച്ഛനെ കൊടുത്തില്ലയോ? എന്ത് പറഞ്ഞേ? അമ്മയെടുത്ത് പറഞ്ഞിട്ടേ എനിക്ക് ആ ഓർണമെന്റ്സ് എല്ലാം കൂടി ഇങ്ങോട്ട് തരുമോ? എന്റെ ഓഫീസിലെ ഓണപരിപാടിയായിരുന്നു, അപ്പൊ സാരിയൊക്കെ ഉടുത്തോണ്ടേ ഒന്ന് പൊളക്കാനായിരുന്നു. കല്യാണം കഴിഞ്ഞ ഇതൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാ. എല്ലാം കൊണ്ടാ അപ്പം പോയല്ലയോ? അപ്പൊ ഞാൻ കേസ് കൊടുക്കും, വഞ്ചന കുറ്റത്തിന് കേസ് കൊടുക്കും. സ്വന്തം മോനെ ചേട്ടൻ കേസ് കൊടുക്കുവോ? സ്വന്തം മോന്? അതെ, ചേട്ടന്റെ മോന്റെ കൂടെ അവൾ ഒളിച്ചോടി പോയേക്കുന്നേ. കല്യാണം ഉറപ്പിച്ചില്ലായിരുന്നു നമ്മള്. അതെ, പക്ഷെ അതാ മൊണ്ണയ്ക്ക് അറിയാവോ? എല്ലാം ഉണ്ട്. ഇനി അവൻ എത്ര പിരിക്കാൻ നോക്കിയാലും നമ്മളെ പിരിക്കാൻ പറ്റത്തില്ല. അതെ 4 മണിക്ക് സ്കൂൾ വിടുമായിരുന്നു. ഇവിടെ എന്തിനാ 3:45 മതിൽ അടി പോയത്?